Hi everyone, welcome you all to a new session on the course Mechanics of Solids. Okay, based on the second module, the topic is Hooke's law, and it states that when a material is loaded within the elastic limit, the stress is directly proportional to the strain produced in the body. Okay, already last class we stress strain diagram discuss up to the proportionality limit. Stress is directly proportional to strain. Already ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. വെൻ എ മെറ്റീരിയൽ ഈസ് ലോഡഡ് വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്, വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റിലാണെങ്കിൽ സ്ട്രെസ് ഈസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി. ആൻഡ് ഇൻ ടേംസ് ഓഫ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് ഇറ്റ് എസ് സിഗ്മ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. Sigma is equal to that proportionality constant is E, Young's modulus, into strain. Okay, this proportionality constant E is known as the modulus of elasticity. Okay, then the second topic is modulus of elasticity, or it is also known as Young's modulus. Okay, രണ്ട് പേരിലും അറിയപ്പെടും modulus of elasticity or Young's modulus. So it is a constant of proportionality between normal stress and normal strain. Normal stressum normal strainum തമ്മിലുള്ള റേഷ്യോ ആണ് modulus of elasticity or Young's modulus. E is equal to sigma by epsilon Newton per mm square. And modulus of elasticity യുടെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ it is ability of a given material, ഒരു given material and given cross section ഉള്ള ഒരു മെറ്റീരിയലിൻ്റെ ability of the material to resist that deformation produced by the application of load. Okay, load apply ചെയ്ത് കഴിയുമ്പോൾ that ability of that material of a given cross section to resist the deformation, എത്രമാത്രം അത് ഡീഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓർ Young's modulus എന്ന് പറയാം. ഓക്കെ, then another elastic constant is modulus of rigidity. So for ഇവിടെ നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ കേസ് പറഞ്ഞപ്പോൾ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് നോർമൽ സ്ട്രെസ് ടു നോർമൽ സ്ട്രെയിൻ ആണ്. ബട്ട് മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ദ ഷിയർ സ്ട്രെയിൻ. ഓക്കെ, അതാണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ. ജി ഈസ് ഈക്വൽ ടു ടൗ ബൈ 5. ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ആണ് ഇക്വേഷൻ മോഡുലസ് ഓഫ് റിജിഡിറ്റിയുടെ. ഇക്വേഷൻ വൈസ് എഴുതുവാണെങ്കിൽ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ, മോഡുലസ് ഓഫ് റിജിഡിറ്റി ഈസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ. മോഡുലസ് ഓഫ് റിജിഡിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ജി ആണ്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടൗ ടു ദ ഷിയർ സ്ട്രെയിൻ 5. യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ഓക്കെ, അതിൽ രണ്ട് ഇലാസ്റ്റിക് കോൺസ്റ്റൻ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. വൺ ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓർ Young's modulus, അതിൻ്റെ യൂണിറ്റും ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. കാരണം സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്, സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. ഓക്കെ, ദെൻ മോഡുലസ് ഓഫ് റിജിഡിറ്റി ക്യാപിറ്റൽ ജി, മോഡുലസ് ഓഫ് റിജിഡിറ്റിയുടെ യൂണിറ്റും ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ദെൻ ദ നെക്സ്റ്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻ്റ് ഈസ് പോയ്സോൺസ് റേഷ്യോ. പോയ്സോൺസ് റേഷ്യോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ന്യൂ ആണ്. സോ പോയ്സോൺസ് റേഷ്യോ പഠിക്കുന്നതിന് മുമ്പ് ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ എന്താണെന്നും ലാറ്ററൽ സ്ട്രെയിൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫോർ ദാറ്റ് കൺസിഡർ ദിസ് ബാർ ഓഫ് ലെങ്ത് എൽ. ഇതിൻ്റെ ഇനിഷ്യൽ ലെങ്ത് എല്ലും ഇനിഷ്യൽ ഡയമീറ്റർ ഡി യു ആണ്. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ടെൻസൈൽ ലോഡ് പി. രണ്ട് എൻഡിലും ടെൻസൈൽ ലോഡ് പി അപ്ലൈ ചെയ്യുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് ആപ്ലിക്കേഷൻ ഓഫ് ലോഡ് പി എന്ന് പറഞ്ഞ ലോഡ് അപ്ലൈ ചെയ്ത് ആഫ്റ്റർ ദി ആപ്ലിക്കേഷൻ ഓഫ് ലോഡ് പി എന്ന് പറഞ്ഞ ലോഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ബാറിൻ്റെ ലെങ്ത് എല്ലിൽ നിന്ന് ഡെൽറ്റ എല്ലായിട്ട് ചേഞ്ച് ചെയ്യും. അതാണ് ആഫ്റ്റർ ദിസ് ആപ്ലിക്കേഷൻ ഓഫ് ലോഡ് ഈ ഡോട്ടഡ് ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ ഫൈനൽ ഷേപ്പ് ആഫ്റ്റർ ഡീഫോർമേഷൻ. ഓക്കെ, സോ ഇനിഷ്യൽ ലെങ്ത് എല്ലിൽ നിന്ന് ഫൈനൽ ലെങ്ത് എൽ പ്ലസ് ഡെൽറ്റ എല്ലാവും. എൽ പ്ലസ് ഡെൽറ്റ എൽ ഇൻക്രീസ് ചെയ്യും ലെങ്ത്. ഡയമീറ്റർ എന്ന് പറയുന്നത് ഡി മൈനസ് ഡെൽറ്റ ഡി ആവും. ഓക്കെ, ലെങ്ത് കൂടും ഡയമീറ്റർ കുറയും, അതാണ് ഡി മൈനസ് ഡെൽറ്റ ഡി ആണ് ഫൈനൽ ഡയമീറ്റർ ഓഫ് ദിസ് ബാർ. സോ അന്നേരം ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. സ്ട്രെയിൻ്റെ ജനറൽ ഇക്വേഷനാണ്, അത് ലോഞ്ചിറ്റ്യൂഡലും ആവാം ലാറ്ററലും ആവാം. എന്തായാലും ജനറൽ ഇക്വേഷനാണ് ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്.
സോ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഇനിഷ്യൽ ലെങ്ത് എല്ലും ഫൈനൽ ലെങ്ത് എൽ പ്ലസ് ഡെൽറ്റ എൽ ആണ്. സോ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ബൈ ഒറിജിനൽ ലെങ്ത് എൽ, ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ, ലാറ്ററൽ സ്ട്രെയിൻ മീൻസ് ഈ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലറായിട്ട് വരും ലാറ്ററൽ സ്ട്രെയിൻ. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിൽ എന്ന് പറഞ്ഞാൽ എലോങ് ദി ആക്സിസ്, ഈ ഒരു ബോഡിയുടെ ആക്സിസിന് എലോങ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഉണ്ടാകുന്നത്. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് വരും. ഓക്കെ, സോ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ഓക്കെ, ഡയമെൻഷൻ ചേഞ്ച് ഉണ്ടാകുന്നത് ഇനിഷ്യൽ ഡയമീറ്റർ ഡി എന്ന് പറയുന്നത് ഡി മൈനസ് ഡെൽറ്റ ഡി ആയിട്ട് കുറഞ്ഞു. സോ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഡി ബൈ ഒറിജിനൽ ഡയമെൻഷൻ ഡി. സോ അതിന് പോയിസോൺസ് റേഷ്യോ നമ്മൾ അങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ആ ഒരു റേഷ്യോ ലാറ്ററൽ സ്ട്രെയിൻ്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ്റെയും റേഷ്യോ ഏതൊരു ഗിവൺ മെറ്റീരിയലിൻ്റെയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കോൺസ്റ്റൻ്റ് ആണ് പോയിസോൺസ് റേഷ്യോ. സോ പോയിസോൺസ് റേഷ്യോ റെപ്രസെൻ്റ് ചെയ്യുന്നത് ന്യൂ ആണ്. ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. സോ ന്യൂ ഈസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഡി ബൈ ഡി ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എൽ. ഇങ്ങനെയാണ് പോയിസോൺസ് റേഷ്യോ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അനദർ ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ് ഈസ് കെ, ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ കെ ആണ്. സോ കൺസിഡർ ദിസ് ബോഡി സബ്ജക്റ്റഡ് ടു 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ നോർമൽ സ്ട്രെസ്സസ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്. അതായത് ഈ ഒരു ക്യൂബിക് എലമെൻറ്റിനെ ടോട്ടൽ 6 ഫേസ് ഉണ്ട് ഈ ക്യൂബിന്. ആ 6 ഫേസിലും ഈക്വലായിട്ട് പെർപെൻഡിക്കുലറായിട്ട് നോർമൽ സ്ട്രെസ്, എല്ലാത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് സിഗ്മ ആണ്. 6 ഫേസിനും പെർപെൻഡിക്കുലറായിട്ട് സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ബോഡി സബ്ജക്റ്റഡ് ടു 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ നോർമൽ സ്ട്രെസ്സസ്. അതിൻ്റെ എല്ലാ മാഗ്നിറ്റ്യൂഡ് സിഗ്മ ആണ്. ഈ 6 ഫേസിലും സിഗ്മ എന്ന് പറയുന്ന നോർമൽ സ്ട്രെസ് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യും. സോ അങ്ങനെ ഒരു 6 സൈഡിലും ഈക്വലായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ബോഡിക്ക് അതിൻ്റെ അല്ലെങ്കിൽ ബോഡിയുടെ ഷേപ്പിന് ചേഞ്ച് ഉണ്ടാകത്തില്ല. ഇറ്റ് അണ്ടർഗോസ് ചേഞ്ച് ഇൻ വോളിയം. അതായത് ഈ ഒരു പർട്ടിക്കുലർ വോളിയം വേറൊരു വോളിയമായിട്ട് മാറും. ബട്ട് അതിന് ഷേപ്പിന് ചേഞ്ച് ഒന്നും വരത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈക്വൽ ലോഡാണ് 6 ഫേസിലും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈക്വലായിട്ട് 6 സൈഡിൽ നിന്നും നോർമൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അതിന് വോളിയത്തിന് ചേഞ്ച് ഉണ്ടാകത്തേ ഉള്ളൂ. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഇറ്റ്സ് ഓർ ദർ ഈസ് നോ ഡിസ്റ്റോർഷൻ ഓഫ് ഷേപ്പ്. അതിൻ്റെ ഷേപ്പിന് ഡിസ്റ്റോർഷൻ സംഭവിക്കത്തില്ല. സോ ദാറ്റ് റേഷ്യോ നോർമൽ സ്ട്രെസ് ടു ദി വോളിമെട്രിക് സ്ട്രെയിൻ, ഈ ബൾക്ക് മോഡുലസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് നോർമൽ സ്ട്രെസ് ടു ദി വോളിമെട്രിക് സ്ട്രെയിൻ. ഓക്കെ, നോർമൽ സ്ട്രെസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിഗ്മ. വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്, സ്ട്രെയിൻ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദി ഒറിജിനൽ ഡയമെൻഷൻ. സോ വോളിമെട്രിക് സ്ട്രെയിൻ ആയതുകൊണ്ട് ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി ബൈ ഒറിജിനൽ വോളിയം. ഓക്കെ, അതാണ് വോളിമെട്രിക് സ്ട്രെയിൻ. വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ടു ദി ഒറിജിനൽ വോളിയം. സോ ബൾക്ക് മോഡുലസ് കെ ഈസ് ദ റേഷ്യോ ഓഫ് നോർമൽ സ്ട്രെസ് ടു ദി വോളിമെട്രിക് സ്ട്രെയിൻ സിഗ്മ ബൈ എപ്സിലോൺ വി. എപ്സിലോൺ വി ആണ് വോളിമെട്രിക് സ്ട്രെയിൻ. ഓക്കെ, സോ 4 ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ് പഠിച്ചു. ഫസ്റ്റ് വൺ ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ക്യാപിറ്റൽ ഇ. Second elastic constant is modulus of rigidity G. Third elastic constant is Poisson's ratio. Fourth elastic constant is bulk modulus. Okay, so ഇത്രയും ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഏതൊരു മെറ്റീരിയൽ ഫോർ എനി ഗിവൺ മെറ്റീരിയൽ ഇ എന്ന് പറയുന്നത്, അതായത് യങ്സ് മോഡുലസ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ബൾക്ക് മോഡുലസ് ആൻഡ് ദിസ് ബൾക്ക് മോഡുലസ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഇതാണ് അതിൻ്റെ ഒരു വാല്യൂവിന് വരുന്ന വ്യത്യാസം. ഇ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ കെ, കെ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ജി. സോ ഇത് തമ്മിലുള്ള റിലേഷൻ ക്യാപിറ്റൽ ഇ ഈസ് ഈക്വൽ ടു 3k × 1 - 2 ന്യൂ. ന്യൂ എന്ന് പറഞ്ഞാൽ പോയിസോൺസ് റേഷ്യോ. ഇ ഈസ് ഈക്വൽ ടു 2g × 1 + ന്യൂ. ഇ ഈസ് ഈക്വൽ ടു 9 kg / 3k + g. ഇതാണ് ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ് തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇൻ ടേംസ് ഓഫ് പോയിസോൺസ് റേഷ്യോ. ഇയും കെയും ജിയും ന്യൂവുമായിട്ടുള്ള റിലേഷനാണ് ഈ 3 റിലേഷൻ. ഈ 3 റിലേഷൻ ബൈ ഹാർട്ട് ചെയ്യണം. ഇതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലം ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഇന്ന് പഠിച്ചത് ആദ്യം പഠിച്ച ഹൂക്സ് ലോ എന്താണെന്ന്, പിന്നെ ഡിഫറെൻറ്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ് ആൻഡ് ദി റിലേഷൻ ബിറ്റ്വീൻ ദാറ്റ് വേരിയസ് ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ്. ഓക്കെ.
താങ്ക് യു. ജനറലൈസ്ഡ് ഹൂക്സ് ലോ. ഓക്കെ, ഓൾറെഡി ഹൂക്സ് ലോ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. സിഗ്മ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എപ്സിലോൺ. ഓക്കെ, അതിൽ ആ ഒരു ഹൂക്സ് ലോയുടെ ഇക്വേഷനിൽ നിന്നും എപ്സിലോൺ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ്. ഓക്കെ, ഇതാണ് ഹൂക്സ് ലോ. അതിനെ ജനറലായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഇനിയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കൺസിഡർ എ ബോഡി, ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ നോർമൽ സ്ട്രെസ്സസ് ഇൻ ഓൾ കോർഡിനേറ്റ് ഡയറക്ഷൻ. ഓക്കെ, ദിസ് ബോഡി ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ നോർമൽ സ്ട്രെസ് എല്ലാ കോർഡിനേറ്റ് ഡയറക്ഷൻ, അതായത് ഇൻ എക്സ് ഡയറക്ഷൻ, ഇൻ വൈ ഡയറക്ഷൻ, ഇൻ ഇസഡ് ഡയറക്ഷൻ, 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിലും നോർമൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. സിഗ്മ എക്സ് ഇൻ ബോത്ത് എക്സ് പോസിറ്റീവ് എക്സും നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലും സിഗ്മ എക്സ് ആക്ട് ചെയ്യുന്നുണ്ട് സ്ട്രെസ്. ഇൻ വൈ ഡയറക്ഷൻ സിഗ്മ വൈ ആൻഡ് ഇൻ ഇസഡ് ഡയറക്ഷൻ സിഗ്മ ഇസഡ്. സോ അതായത് ഈ ഒരു ക്യൂബിക് എലമെൻറ്റിൽ അതിൻ്റെ എല്ലാ ഫേസിലും നോർമൽ സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഫിഗറിനെ ബേസ് ചെയ്താണ് വി ഹാവ് ടു റൈറ്റ് ദി സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനുള്ള സ്ട്രെയിനാണ് എഴുതേണ്ടത്. നോർമലി സ്ട്രെയിനെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ഇ. ഓക്കെ, സോ സിഗ്മ എപ്സിലോൺ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ ഇ. അതായത് നമ്മൾ എക്സ് ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഡയറക്ഷനിൽ സ്ട്രെസ് ഉണ്ടാവും. സോ അതിനെ ബേസ് ചെയ്ത് സ്ട്രെയിൻ ഉണ്ടാവും. എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ ഇ എന്ന് പറയുന്നത് ദിസ് ഈസ് ലീനിയർ സ്ട്രെയിൻ. ഓക്കെ, ലീനിയർ ആയിട്ട് സ്ട്രെയിൻ ഉണ്ടാവും. ബട്ട് ആക്ച്വലി ആ ഒരു എക്സ് ഡയറക്ഷനിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന കാരണം സ്ട്രെസ് ഉണ്ടാവും. ഓക്കെ, സ്ട്രെസ് ഉണ്ടാകുന്ന കാരണം ബാക്കി ഡയറക്ഷനിൽ എക്സിൽ ലീനിയർ സ്ട്രെയിൻ ആണ് ഉണ്ടാവുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് വൈയിലും ഇസഡിലും ലാറ്ററൽ സ്ട്രെയിൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഓൾറെഡി ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചായിരുന്നു. ലാറ്ററൽ സ്ട്രെയിൻ്റെ കേസിൽ ഒരു ഫിഗർ കൊണ്ട് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഇതൊരു 2 ഡയമെൻഷണൽ കേസാണ്. ഇത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ നേരം ഇതിൻ്റെ ഡയമെൻഷൻ, അതായത് ഇതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ആവും. ഓക്കെ, ലെങ്ത് ഇൻക്രീസ് ആവും, ഡയമീറ്റർ റെഡ്യൂസ് ആവും. ഓക്കെ, അതായത് ഈ ലെങ്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻറ്റ് ഡയമീറ്റർ, അതായത് ഇത് 2 ഡയമെൻഷനിലായതുകൊണ്ട് ഡയമീറ്റർ കുറഞ്ഞു. അതേപോലെ 3 ഡയമെൻഷനിലാകുമ്പോൾ വേറൊരു ഡയമെൻഷനും കൂടെ കുറയും. ഓക്കെ, കുറയും മീൻസ് അത് ലാറ്ററൽ സ്ട്രെയിൻ ഉണ്ടാകുന്നു. ഈ ഒരു ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ ഒരു ലീനിയർ സ്ട്രെയിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലാറ്ററൽ സ്ട്രെയിൻ ഉണ്ടാകുന്നത്. സോ ഈ എഴുതിയിരിക്കുന്ന 2 ഇക്വേഷനിലെ 2 വാല്യൂസും അടുത്ത 2 വാല്യൂസും നെഗറ്റീവാണ്. നെഗറ്റീവ് ആവാൻ കാര്യം അതിൻ്റെ ഡയമെൻഷൻ കുറയുവാണ്. സോ ദിസ് 2 വാല്യൂസ് റെപ്രസെൻറ്റ്സ് ദി ലാറ്ററൽ സ്ട്രെയിൻ. അവസാനത്തെ 2 എണ്ണം റെപ്രസെൻറ്റ് ചെയ്യുന്ന ലാറ്ററൽ സ്ട്രെയിൻ ആണ്. സോ പോയിസോൺസ് റേഷ്യോ ഈസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. സോ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ന്യൂ ഇൻറ്റു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് ഓൾറെഡി സിഗ്മ വൈ ബൈ ഇ എന്നും. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഇൻ ഇസഡ് ഡയറക്ഷൻ സിഗ്മ ഇസഡ് ബൈ ഇ, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഇൻറ്റു പോയിസോൺസ് റേഷ്യോ ചെയ്യുമ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ കിട്ടും. ലാറ്ററൽ സ്ട്രെയിൻ ആണ് ഈ ലാസ്റ്റ് 2 വാല്യൂസ് എഴുതിയിരിക്കുന്നത്. സോ നോർമൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബൈ ഇ മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ വൈ ബൈ ഇ മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ ഇസഡ് ബൈ ഇ. ഓക്കെ, ഈ ഒരു ടേം ലീനിയർ സ്ട്രെയിനും ബാക്കി 2ഉം ലാറ്ററൽ സ്ട്രെയിനാണ് വരുന്നത്. ലാറ്ററൽ സ്ട്രെയിൻ വരുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ലെങ്ത് കൂടിയാലും ബാക്കി ലെങ്ത് എന്ന് പറഞ്ഞ ഒരു എക്സ് അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണൻ്റാണ് ലെങ്ത് എടുത്തതെങ്കിൽ ബാക്കി ഒരു കമ്പോണൻറ്റ് ഇൻ വൈ ഡയറക്ഷനിൽ അതിൻ്റെ ഡയമെൻഷൻ കുറയുവാണ്. അതായത് ലാറ്ററൽ സ്ട്രെയിനാണ് ഉണ്ടാകുന്നത്. അതാണ് നെഗറ്റീവ്. പിന്നെ ഇത് 2 ഡയമെൻഷനിൽ ആയതുകൊണ്ടാണ് ഡയമീറ്റർ മാത്രം എഴുതിയത്. ഒരു 3 ഡയമെൻഷനിലാവുമ്പോൾ ഇസഡിൻ്റെ കമ്പോണൻറ്റും കൂടെ വരും. അതും ലാറ്ററൽ സ്ട്രെയിനാണ് ഉണ്ടാകുന്നത്. അതായത് ഒരു ഡയമെൻഷൻ കൂടുമ്പോൾ ബാക്കി 2 ഡയമെൻഷൻ കുറയുവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് വരുന്നത്. ഓക്കെ, സോ സിമിലർലി സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ എഴുതിയ പോലെ സ്ട്രെയിൻ ഇൻ വൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്സിലോൺ വൈ ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ബൈ ഇ. അതായത് വൈയിലുള്ള സ്ട്രെയിൻ ആണ് അല്ലെങ്കിൽ നോർമൽ സ്ട്രെയിൻ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ സിഗ്മ വൈ ബൈ ഇ, വൈ കമ്പോണൻറ്റ് വരുമ്പോൾ സിഗ്മ വൈ ബൈ ഇ എന്ന് പറയുന്നത് ലീനിയർ സ്ട്രെയിൻ ആണ്. ബാക്കി 2 കമ്പോണൻറ്റ് ഓക്കെ എക്സും ഇസഡും അത് ലാറ്ററൽ സ്ട്രെയിൻ ആയിരിക്കും. ന്യൂ ഇൻറ്റു മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ എക്സ് ബൈ ഇ മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ ഇസഡ് ബൈ ഇ. സോ സിമിലർലി സ്ട്രെയിൻ ഇൻ ഇസഡ് ഡയറക്ഷൻ എപ്സിലോൺ ഇസഡ് ആകുമ്പോൾ സിഗ്മ ഇസഡ് ബൈ ഇ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലീനിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ബാക്കി 2 കമ്പോണൻറ്റ് ഇസഡ് ആകുമ്പോൾ സ്ട്രെയിൻ ഇൻ ഇസഡ് ഡയറക്ഷനിലാകുമ്പോൾ ആ സിഗ്മ ഇസഡ് ബൈ ഇ അല്ലെങ്കിൽ ഇസഡിൻ്റെ കമ്പോണൻറ്റ്
ലീനിയർ സ്ട്രെയിൻ ആയിരിക്കും, ബാക്കി എക്സും വൈയും ലാറ്ററൽ സ്ട്രെയിൻ ആയിരിക്കും. അത് ലാറ്ററൽ സ്ട്രെയിൻ ആകുമ്പം ഡയമെൻഷൻ കുറയുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നെഗറ്റീവ് ആണ്. സോ സിഗ്മ ഇസഡ് ബൈ ഇ മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ എക്സ് ബൈ ഇ മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ വൈ ബൈ ഇ. സോ നോർമൽ സ്ട്രെയിൻ മൂന്നും കഴിഞ്ഞു. പിന്നെ ഷിയർ സ്ട്രെയിൻ. ഓക്കെ, ഓൾറെഡി ക്ലാസ്സിൻ്റെ ആദ്യം പറഞ്ഞ ഷിയർ മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞ ജി ഈസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ. സോ ഷിയർ സ്ട്രെയിൻ ഫൈയെ നമ്മൾ ഷിയർ സ്ട്രെയിനെ ഓൾറെഡി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗാമ എക്സ് വൈ കൊണ്ടാണ്. ഇവിടെ ഫൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് രണ്ടും സെയിം തന്നെയാണ്. സോ ഗാമ എക്സ് വൈ ഈസ് ഈക്വൽ ടു ഇവിടെ ടൗ എക്സ് വൈ ബൈ ജി വരും, ഈ ഇക്വേഷൻ തന്നെ. ഓക്കെ, ഇവിടെ ഫൈക്ക് പകരം ഷിയർ സ്ട്രെയിൻ ഓൾറെഡി നമ്മൾ ആദ്യത്തെ മോഡ്യൂൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഗാമ എക്സ് വൈ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഗാമ എക്സ് വൈ ഈസ് ഈക്വൽ ടു ഇത് തന്നെയാണ് ഗാമ എക്സ് വൈ ഈസ് ഈക്വൽ ടു ടൗ ബൈ ജി. സോ ഗാമ എക്സ് വൈ ഈസ് ഈക്വൽ ടു ടൗ എക്സ് വൈ ബൈ ജി. Shear strain in YZ plane, gamma YZ is equal to tau YZ by G. Shear strain in XZ plane, gamma XZ is equal to tau XZ by G. So okay, there are 6 components. Then normal strain in X direction, normal strain in Y direction, normal strain in Z direction, shear strain in XY plane, shear strain in YZ plane, shear strain in XZ plane. ഓക്കെ, 6 കമ്പോണൻസ് എഴുതി ഇതിനെല്ലാം കൂടെ ഒരു മെട്രിക്സ് ഫോമിൽ എഴുതിയിരിക്കുകയാണ് ഇത്. സോ എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ എക്സ്, എപ്സിലോൺ വൈ, എപ്സിലോൺ ഇസഡ്, ഗാമ എക്സ് വൈ, ഗാമ വൈ ഇസഡ്, ഗാമ എക്സ് ഇസഡ്. ഇതാണ് കോൺസ്റ്റൻറ്റ് ടേംസ് അടങ്ങുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഓക്കെ, ഇതൊക്കെ കോളം മെട്രിക്സ് ആണ്, ഇത് സ്ക്വയർ മെട്രിക്സ് ആണ്. ഇവിടെയും സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ ഇസഡ്, ടൗ എക്സ് വൈ, ടൗ വൈ ഇസഡ്, ടൗ എക്സ് ഇസഡ്. ഓക്കെ, സോ ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എഴുതിയിരിക്കുന്ന ഓരോ ഇക്വേഷനും വരും. ഫോർ എക്സാമ്പിൾ എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു, ഇതിവിടെ നിങ്ങൾക്ക് മനസ്സിലായി, എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ സിഗ്മ എക്സ് ബൈ ഇ, ഇതാണ് ഇവിടെ വരുന്നത്, മൈനസ് ന്യൂ സിഗ്മ വൈ ബൈ ഇ, അതാണ് ഇവിടെ വരുന്നത്, മൈനസ് ന്യൂ സിഗ്മ ഇസഡ് ബൈ ഇ. ബാക്കി ഇവിടെ ഇക്വേഷനിൽ ഇത് 3 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലല്ലോ. സോ 0 ഇൻറ്റു ടൗ എക്സ് വൈ, 0 ഇൻറ്റു ടൗ വൈ ഇസഡ്, 0 ഇൻറ്റു ടൗ എക്സ് ഇസഡ്. ഓക്കെ, സോ ഈ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് ഇക്വേഷൻ, ഈ എഴുതിയിരിക്കുന്ന സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, ഈ 6 ഇക്വേഷനും മെട്രിക്സ് ഫോമിൽ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ എബവ് എഴുതിയിരിക്കുന്ന 6 ഇക്വേഷൻസും കിട്ടും. ഓക്കെ, ഞാൻ മെട്രിക്സ് ഫോമിൽ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ലാസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. സോ ഗാമ എക്സ് ഇസഡ്, ഇവിടെ ഗാമ എക്സ് ഇസഡ് എന്ന് പറയുന്നത് 0 ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് 0 ഇൻറ്റു സിഗ്മ വൈ പ്ലസ് 0 ഇൻറ്റു സിഗ്മ ഇസഡ് പ്ലസ് 0 ഇൻറ്റു ടൗ എക്സ് വൈ പ്ലസ് 0 ഇൻറ്റു ടൗ വൈ ഇസഡ്. ലാസ്റ്റ് ഒരു ടേമേ വരും, ടൗ എക്സ് ഇസഡ് ബൈ ജി, ടൗ എക്സ് ഇസഡ് ബൈ ജി. ഓക്കെ, അങ്ങനെ മെട്രിക്സ് മൾട്ടിപ്ലൈ, ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, എബോവ് നേരത്തെ എഴുതിയിരിക്കുന്ന 6 ഇക്വേഷൻസും കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് എ ജനറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഒരു ജനറലൈസ്ഡ് ആയിട്ട് എഴുതിയിരിക്കുന്നതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഹൂക്സ് ലോ ജനറലൈസ്ഡ് ആയിട്ടൊരു മെട്രിക്സ് ഫോമിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.